ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കഴിച്ച് പല്ല വെച്ചിട്ടുണ്ട്. അപ്പം ഒരു വാട്ട എഡിറ്റിംഗ് ഡേ ആണ്. അതിനുശേഷം നമ്മുടെ കെട്ടി നല്ല വൃത്തിയായിട്ട് നമ്മളൊന്ന് പോയി വടിക്കണിയിലേക്ക് പോയി നമ്മൾ 2 കവള വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 2 ദോശ, അതുപോലെ തന്നെ ഉള്ളിക്കറിയാണ്. ഉള്ളിയും കിഴങ്ങ് കഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. എൻ്റെ ഫേവറേറ്റ് കറിയാണ്. അതുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ അതുമല്ല, നമ്മൾ നേരെ വെളുത്തപ്പോൾ നമ്മൾ സ്കൂളിലെ ദിവസം നമ്മൾ നല്ല വൈകിയായിരിക്കും നീക്കുക. പക്ഷേ സ്കൂളിലെ ദിവസം നമ്മൾ നല്ല നേരത്തെ നീക്കൂല, സ്കൂളില്ലാത്ത ദിവസം. അപ്പോൾ ആക്ച്വലി ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷേ ഇന്ന് ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു 5 ഉറുപ്പിക എടുത്ത് കടയിൽ പോയി മിഠായിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. അതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഉമ്മാനോട് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ 2 മിഠായി ഞാൻ കഴിച്ചു ഗൈസ്. അതിന് ശേഷം നമ്മളൊരു ഇലപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ മാതോളി നാരം എന്നൊക്കെ പറയും. പിന്നെ 2 മിഠായും കഴിച്ച് പിന്നെ ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് കുളിച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ നമ്മളെ കൊക്കോ കായ, നമ്മുടെ ഫേവറേറ്റ് കായാണ് ഇത് കഴിച്ചത്. ഇതിൻ്റെ കുരു വെച്ച് നമ്മൾ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വഴിയേ ഇടാം ഗൈസ്. അപ്പോൾ ഇതാ ചോക്ലേറ്റ് കായ, അതിൻ്റെ ഇടയിൽ തസ്ലീമോടൊന്നും നല്ല കോമഡി അടിക്കുന്നത് നമ്മളൊന്നും കേൾക്കാൻ പോകില്ല. എന്നിട്ട് നമ്മുടെ അമ്മിക്കുട്ടി വെച്ച് 4 ഇടി എടുത്തിട്ടുണ്ട്. നമ്മുടെ കൊക്കോ ഇതാ ഇവിടെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി നല്ല ടേസ്റ്റാണ്. ഞാൻ പുളിയാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്, പക്ഷേ കഴിച്ച് നോക്കിയപ്പോഴാണ് ഗൈസ് സത്യം എനിക്ക് മനസ്സിലായത്. ഒന്നുമല്ല, നല്ല മധുരം ഉണ്ടായത് ഗൈസ്. ആക്ച്വലി ഞാൻ തിന്നുമ്പോഴൊക്കെ ഇതൊക്കെ പുളിയായിരിക്കും, പക്ഷേ ഇന്ന് കഴിച്ചത് നല്ല മധുരം. എന്താ വീഡിയോ എടുക്കുന്നതാവും. അപ്പോൾ സുധിച്ച് കഴിച്ചിട്ടുണ്ട് ഗൈസ്. നല്ല പുളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുളിയും ഒരു അടിപൊളി, എല്ലാതും നല്ല പുളിയായിരിക്കും, പക്ഷെ നല്ല മധുരമായിരുന്നു. പിന്നെ പുതിയപ്പോൾ ഒരു ലൈം അടിച്ച് കുടിക്കാൻ വെച്ചു. ഒരു ഈരാമ്പുളി ലൈമായിരുന്നു ഗൈസ്. 2-3 ഈരാമ്പുളി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു ഗാർലിക്കിൻ്റെ പീസ് എടുത്ത് ഇടുക. പിന്നെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് നന്നായി അടിക്കുക. ഐസ് ആവശ്യമുള്ളവർക്ക് ഇടാം. ഞാൻ 2 ഐസ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാൻ അടിച്ചപ്പോൾ വല്ലാതെ അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല ചണ്ടിയും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിലായിട്ട് ഒന്ന് ഡെക്കറേഷൻ വിത്ത് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു കടമ്പുളി എടുത്തിട്ട് വെക്കാൻ നോക്കിയാൽ നടന്നില്ല. പിന്നെ നമ്മളത് സക്സസ്ഫുള്ളി നമ്മളത് റെഡിയാക്കി ഗൈസ്. അതിനുശേഷം നമ്മളൊരു അരിപ്പ എടുക്കുക, അരിക്കുക. മൂഞ്ചി എന്ന് പറഞ്ഞത് ഇവിടെയായിരുന്നു ഗൈസ്. ടിസ്റ്റ് നമ്മൾ അരിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അതിനെ കൊണ്ട് നമ്മളുടെ നീര് വരച്ച് പ്രയാസമായി. അപ്പോൾ നമ്മൾ ചെയ്തു 4 തട്ടും കൂടെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ചതിന് ശേഷം എടുത്തു. നിങ്ങളായിട്ട് ശ്രദ്ധിച്ചാൽ നല്ല ആ ഡെക്കറേഷൻ വിത്തായിക്ക് ചാടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അതിനെടുത്ത് അവിടെ അരിച്ചു കുടിച്ചു. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം പാത്രം കൊണ്ടുവരുന്നത്. പിന്നെ രാത്രി ചോറ്. ബായ്.